ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോയമ്പിന്റെ അനുഭവത്തിലൂടെ കാൽവറിയിലേക്കുള്ള നമ്മുടെ യാത്ര 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടു പേർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് ഈ ആഴ്ചത്തെ വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സോസീദോൻ അതിർത്തിയിൽ എത്തിച്ചേർന്ന യേശു തമ്പുരാനും യേശുവിനെ കാണാനുള്ള അതീവ ആഗ്രഹത്തോടെ വരുന്ന കനാനി സ്ത്രീയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ആ സ്ത്രീ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ യേശുവിന്റെ കാൽക്കൽ വീണുകിടന്ന് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ജീവിതത്തിൽ തിരസ്കാരങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലതകൾ ഒക്കെ ഉണ്ടാകാത്ത മനുഷ്യരൊന്നുമില്ല. എന്നാൽ ആ പ്രതിസന്ധികളിൽ വീണു പോകുവാനാണ് മനസ്സെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും തകർച്ചയിലേക്ക് വീണുപോകും. എന്നാൽ ആ പ്രതിസന്ധികളെ നേരിടാൻ നമ്മൾ തീരുമാനിച്ചാൽ വിജയികളായി തീരുമെന്ന് സംശയമൊന്നുമില്ല. അത്തരമൊരു സ്ത്രീയാണ് കനാനി സ്ത്രീ. ആ സ്ത്രീ കണ്ണുനീരോടുകൂടി യേശുവിനോട് അപേക്ഷിക്കുകയാണ്, ഭൂതോപദ്രവം കഠിനമായ തന്റെ മകളുടെ സൗഖ്യത്തിനായി. ശിഷ്യന്മാർക്ക് പോലും അവളുടെ കണ്ണുനീർ കണ്ട് സഹതാപം തോന്നി. പക്ഷെ ക്രിസ്തു സൗഖ്യത്തിന്റെ കരം ആ സ്ത്രീക്ക് നേരെ നീട്ടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെ വിശ്വാസത്തോടു കൂടി നാം അതിജീവിക്കണം. ക്രിസ്തു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന്. അപ്പോൾ കനാനി സ്ത്രീ ക്രിസ്തുവിനോട് പറയുകയാണ്, അതേ കർത്താവെ, നായക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ കരുണാവർഷം ചൊരിയുന്ന യേശു തമ്പുരാന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കനാനി സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം പരീക്ഷിക്കപ്പെടുകയാണ്. യേശു തമ്പുരാൻ തന്റെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കൊടുക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ ബോധ്യമാണ് ആ സ്ത്രീയെ ക്രിസ്തുവിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. പിന്നെയും പിന്നെയും തന്നെ നോക്കി അപേക്ഷിക്കുന്ന കനാനി സ്ത്രീയുടെ മേൽ തിരിഞ്ഞുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ശരിക്കും ആ നാഴിക മുതൽ ആ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ഈജിപ്തിലെ മഹാനായ സന്യാസി സെന്റ് മക്കാനിയോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവം നിനക്ക് വേണ്ടി സ്വയം താഴ്ത്തി, എന്നിട്ട് നിന്നെ തന്നെ ഒന്ന് സ്വയം താഴ്ത്തുവാൻ നിനക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഇന്നയോളം എന്നെ കരുതിയ എൻ്റെ പിതാവിന്റെ മുൻപിൽ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സ്വയം താഴ്ത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സൂക്ഷ്മതയോടെ, താഴ്മയോടെ, പ്രാർത്ഥനയോടെ കാൽവറിയിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. ചില പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോഴും ദൈവത്തെ മുറുക്കെ പിടിച്ചു കൊള്ളണമെന്നാണ് ഈ നോയമ്പിലെ 4-ാമത്തെ ആഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.